ഫ്രണ്ട്സ് ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ISROയുടെ തന്നെ റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ISROയുടെ മറ്റൊരു റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അതിലേക്ക് നിങ്ങൾ വേറെ തന്നെ അപ്ലൈ ചെയ്യണം. ഇത് ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അതായത് 24/10/2025 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ കാണാൻ പറ്റും 6 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. ISRO SDSC നിങ്ങളുടെ കമ്പനിയിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് ഇവിടെ കിടക്കുന്നത്. രണ്ടാമത്തെ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് ഈ കിടക്കുന്നത്. അങ്ങനെ 2 വീഡിയോ നിങ്ങൾക്ക് അടുത്തടുത്തായിട്ട് കാണാം കേട്ടോ. ഒന്നതാണ്, രണ്ടാമത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്, മാത്രമല്ല എക്സാം സെൻറ്ററൊക്കെ കേരളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു നോട്ടിഫിക്കേഷനാണ്, പുതിയ നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിലേക്ക് വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 24/10/2025 നിങ്ങൾക്ക് കാണാം SCC 4/2025 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അതിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ കളയണ്ട, മാക്സിമം എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് ഒരേ ലെവൽ എക്സാമിനേഷൻ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ PYQ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ നോക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൂപ്പ് C പോസ്റ്റാണ്. ടെക്നീഷ്യൻ ബി വിളിച്ചിട്ടുണ്ട്. പിന്നെ വിളിച്ചത് നമുക്ക് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് A. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് വിളിച്ചത് കേട്ടോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം. എന്നാൽ സതീഷ് ധവാനിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അതുപോലെ കുക്ക്, ഡ്രൈവർ, അങ്ങനെ കുറേ പോസ്റ്റുകളിലുണ്ട് കേട്ടോ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒക്കെ അതിൽ വിളിച്ചിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട് അതിൽ. പക്ഷേ ഇതിൽ ടെക്നീഷ്യൻ ബിയും ഫാർമസിസ്റ്റാണ് വിളിച്ചത്. അപ്പോൾ ടെക്നീഷ്യൻ ബിയിൽ നിങ്ങൾക്കിവിടെ കാണാം പോസ്റ്റ് കോഡാണ് കേട്ടത്. 9 പോസ്റ്റ് കോഡ് തുടങ്ങുന്നത്. അതിൽ ഫിറ്ററാണ്. ഇതിൽ 4 വേക്കൻസി ഉണ്ട്. ജനറൽ 2, EWS 1, OBC 1. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വേക്കൻസി ഇല്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 10th പാസ്സായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിറ്റർ ട്രേഡിൽ ഒന്നെങ്കിൽ IT അല്ലെങ്കിൽ NTC ആണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ ഈ പറയുന്ന NAC വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. IT നിർബന്ധമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി, ഒന്ന് നിങ്ങൾക്ക് മീറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ ട്രേഡിൽ ഒന്നെങ്കിൽ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല IT ഇല്ലാന്ന് വിചാരിക്കുക, എനിക്ക് പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ NTC വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി ഫിറ്ററിൽ കേട്ടോ. ഇനി അടുത്തത് 10 ഇതിൽ മെഷീനിസ്റ്റ് ആണ്. ഇതിലേക്കൊക്കെ ഇതുപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ. 3 വേക്കൻസിയാണ്. ജനറൽ 1, EWS 1, ST 1. ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക്, അൺറിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് മെഷീനിസ്റ്റിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് പോസ്റ്റ് നമ്പർ 11 ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. ഇതിൽ 15 വേക്കൻസി ഉണ്ട്. ജനറൽ 6, EWS 1, OBC 4, ST 3, SC 1. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ആണ്. ഏത് ട്രേഡ് എന്നോട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് മെക്കാനിക്കോ അല്ലെങ്കിൽ മെക്കാനിക് റേഡിയോ ആൻഡ് TV. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ IT കഴിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ അടുത്ത പോസ്റ്റ് 12 പോസ്റ്റ് കോഡ് വരുന്നത്. ലാബ് അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ടോട്ടൽ 2 വേക്കൻസിയാണ്. ജനറൽ 1, OBC 1. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റിൽ ഒന്നെങ്കിൽ IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് കോഡ് 13 IT അല്ലെങ്കിൽ ICTSM അല്ലെങ്കിൽ ITESM ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 15 വേക്കൻസി ഉണ്ട്. ജനറൽ 6, EWS 1, OBC 5, ST 2, SC 1. ഈ ടോട്ടൽ വേക്കൻസിയിൽ PWD കാൻഡിഡേറ്റ്സിൽ ഈ പറയുന്ന കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ് സിസ്റ്റം മെയിൻ്റനൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ IT അല്ലെങ്കിൽ NTC NAC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 14 അടുത്ത പോസ്റ്റോട് ഇലക്ട്രീഷ്യൻ ആണ്. 8 വേക്കൻസിൻ്റെ 5 വേക്കൻസി ജനറൽ 3 വേക്കൻസി ജനറൽ, OBC 4 വേക്കൻസി, SC 1 വേക്കൻസി. ഒരു വേക്കൻസി PWD ഈ പറയുന്ന കാറ്റഗറിക്ക് മാറ്റി വെച്ചതാണ് ടോട്ടൽ വേക്കൻസിയിൽ. പിന്നെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC പ്ലസ് ഈ 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം എന്നുള്ളതാണ്.
15ാമത്തെ പോസ്റ്റ് കോഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ R&DC ആണ്. 7 വേക്കൻസിയാണ്. ജനറൽ 3, EWS 1, OBCക്ക് 3 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് R&Dസിയിൽ നിങ്ങൾക്ക് എന്ത് വേണം? IT അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇതിലേത് ഉണ്ടായിരിക്കണം. അടുത്ത കാറ്റഗറി ഫാർമസിസ്റ്റ് A ആണ്. ഇതിലേക്ക് 16 ആണ് കേട്ടോ പോസ്റ്റ് കോഡ് വരുന്നത്. ഇതിലേക്ക് OBCക്ക് ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. OBC കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് കേട്ടോ. NCL ആണ്. ഡിപ്ലോമ ഇൻ ഫാർമസി വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് പറയുന്നത് കേട്ടോ. ഫാർമസിയിലുള്ള ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസിയും അതിൻ്റെ മറ്റു കാര്യങ്ങളും. ഇനി ഇതിൻ്റെ പേ ആൻഡ് അലവൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 9 to 15, അതായത് നമ്മുടെ ടെക്നീഷ്യൻ B എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പേ ലെവൽ 3 ആണ്. നിങ്ങൾക്ക് 21,700 മുതൽ 69,100 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരിക. പിന്നെ മറ്റു ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ പേ ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെ വരും കേട്ടോ പേ സ്കെയിൽ. ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 13/11/2025 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ആ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ് ഏജ് കണക്കാക്കുന്നത്. മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 35 വയസ്സായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം, എക്സ് സർവീസിനും PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ. ഇൻ അഡീഷൻ ഇവിടെ നമുക്ക് സാലറിക്ക് പുറമെ DA, HRA തുടങ്ങിയിട്ടുള്ള ട്രാൻസ്പോർട്ട് അലവൻസ്, പെൻഷൻ, അതായത് പുതിയ പെൻഷൻ സ്കീമിൽ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി, ഇത് സെൽഫായിട്ട് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനൊക്കെ കിട്ടും. പിന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ, പിന്നെ ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീവ് അല്ലെങ്കിൽ ട്രാവൽ കൺസെഷൻ, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യൻ ബിയിലേക്ക്, അതായത് പോസ്റ്റ് കോഡ് 9 to 15 വരെയുള്ള പോസ്റ്റിലേക്ക് കേട്ടോ. ടെക്നീഷ്യൻ B എന്ന് പറയുന്ന കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് 90 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.33 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ശരിയാക്കിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്കീം എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. ഏതാ ട്രേഡ് എന്ന് വെച്ചാൽ ട്രേഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ PYQ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും PYQs എടുക്കുക. അപ്പോൾ ആ PYQs നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് കാണിക്കേണ്ട വീഡിയോയിൽ. അതോടൊപ്പം തന്നെ അതിൻ്റെ ആൻസറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടൺ ടെസ്റ്റിൻ്റെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് സ്കിൽ ടെസ്റ്റിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി പോസ്റ്റ് കോഡ് 16 ആണെങ്കിൽ ഫാർമസിസ്റ്റിന് ഇതുപോലെ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും എക്സാം സെൻറ്റർ ചൂസ് ചെയ്യണം. എക്സാം സെൻറ്റർ കേരളത്തിൽ തിരുവനന്തപുരം ഉണ്ട്, ഒരു സെൻറ്റർ മാത്രമേ കേരളത്തിൽ തിരുവനന്തപുരമായിട്ടാണ്. പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ചോയ്സിനനുസരിച്ച് അത്രയും സ്ഥലങ്ങളിലിട്ട് ഏകദേശം 18 സിറ്റീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാ ഓപ്റ്റ് ചെയ്യേണ്ടതാണത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻറ്റിമേഷൻ, അതായത് ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും ഒക്കെ ഡേറ്റും ടൈമും ഒക്കെ അറിയിക്കുന്നതും കോൾ ലെറ്റർ വരുന്നതൊക്കെ അറിയിക്കുന്നത് നമ്മുടെ മെയിൽ ത്രൂ ആയിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെയിൽ ത്രൂ ആയിരിക്കും. മെയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇടും, ഷോർട്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആണ് ലഭിക്കുക. അതുപോലെ ഇതിൻ്റെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റിൽ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 24/10, ക്ലോസിംഗ് ഡേറ്റ് 13/11/2025. അതായത് November 13 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഏജ്, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കണക്കാക്കിയിട്ടാണ് കണക്കാക്കുക കേട്ടോ. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട്, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ജനറൽ ആണെങ്കിൽ അതിനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മെയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഫോട്ടോ സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, ക്ലാരിറ്റിയിലുള്ള ഇഷ്യൂ ഒക്കെ വന്നാൽ നമ്മുടെ അപേക്ഷ തന്നെ റിജക്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. ഇവർ പറയുന്നത് ഫോർമാറ്റിലായിരിക്കണം. റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതായത് 6 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. JPG ഫോർമാറ്റ് ആയിരിക്കണം. മാക്സിമം സൈസ് 1 MB വരെ പറ്റും. ഓക്കെ, 500 പിക്സൽ വിഡ്ത്തും 500 പിക്സൽ എന്താണ് ഹൈറ്റും എന്നുള്ള രീതിയിലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡയമെൻഷൻ തന്നെ പ്രോപ്പറായിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 1 MB വരെ മാക്സിമം പറ്റും സൈസ്. 700 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും ഉണ്ടായിരിക്കണം സിഗ്നേച്ചറിന്. ആ ഡയമെൻഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഡയമെൻഷൻ സെറ്റ് ചെയ്യാൻ നമ്മുടെ തന്നെ ഒരു ടൂൾ ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗിൾ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ഇപ്പോൾ IT ആണെങ്കിൽ ITൻ്റെ മാർക്ക് ഷീറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം, PDF ആയിട്ട് കേട്ടോ. പിന്നെ SC/ST ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ, എക്സ് സർവീസ്മാൻ, ഇവർക്ക്
ഈ പറയുന്ന റീഫണ്ട് ലഭിക്കും. അതായത് എക്സാം ഫീ റീഫണ്ട് ലഭിക്കും, ഫുൾ എമൗണ്ടിൽ റീഫണ്ട് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരകെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, അതും PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളൊരു മറ്റ് കാസ്റ്റ് കാറ്റഗറി ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടില്ല. ഈ പറയുന്ന SC/ST ഡിസബിലിറ്റി ഉള്ള എക്സ് സർവീസ്മാനുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റിൽ നിശ്ചയമായിട്ടുള്ള വേക്കൻസികൾ എന്താണ് എക്സ് സർവീസ്മാനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, പ്ലെയിൻ ആയിരിക്കണം, അതല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കണം. ഭയങ്കര ഡാർക്ക് കളറൊന്നും ആകാൻ പാടില്ല, ലൈറ്റ് കളർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ആണ് കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അത് അല്ലെങ്കിൽ ഇമേജ് എന്താണ്, എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ, എന്തെങ്കിലും ഡയമെൻഷൻ ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യും, റിജക്റ്റ് ആവും, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സിഗ്നേച്ചറും എന്താണ് ക്ലിയർ ആൻഡ് എലിജിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവുന്ന കണ്ടീഷൻ വരും കേട്ടോ. ഇനി അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഏത് കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇനീഷ്യലി നമ്മൾ 500 രൂപ എന്ത് ചെയ്യണം, ഇതിൽ അടയ്ക്കണം. അത് റീഫണ്ട് ലഭിക്കും കേട്ടോ. എങ്ങനെ റീഫണ്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി നമ്മൾ 500 രൂപ പേ ചെയ്യണം. അത് SC/ST ആണെങ്കിലും OBC ആണെങ്കിലും ജനറൽ ആണെങ്കിലും EWS ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന 500 രൂപ റീഫണ്ട് ചെയ്യണം. നിങ്ങൾ ഇനീഷ്യലി പേ ചെയ്യണം. ആ എമൗണ്ട് റീഫണ്ട് കിട്ടും. അതെങ്ങനെ റീഫണ്ട് കിട്ടുന്ന എമൗണ്ട് ഞാൻ കാണിക്കാം. അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആണ് ഫീ അടയ്ക്കേണ്ടത്. ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMS ആയിട്ട് എന്താണ് സക്സസ്ഫുള്ളി അതിൻ്റെ മെസ്സേജ് വരും. അതുപോലെ തന്നെ മെയിൽ എന്ത് ചെയ്യും, അതിൻ്റെ റെസിപ്റ്റ് എന്ത് ചെയ്യും, മെയിലും വരും കേട്ടോ. അപ്പോൾ മെയിൽ വന്നത് നിങ്ങൾ ജസ്റ്റ് ആണെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇനി റീഫണ്ട്, ആപ്ലിക്കേഷൻ ഫീൻ്റെ റീഫണ്ടിൻ്റെ കാര്യമാണ്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് SC/ST PWD എക്സ് സർവീസ്മാൻ, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇനി ഏത് കാറ്റഗറി ആണെങ്കിലും കുഴപ്പമില്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് 500 രൂപയും റീഫണ്ട് ലഭിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് 500 രൂപ കൊടുത്താൽ 500 റീഫണ്ട് കിട്ടും. SC/STക്ക് 500 കൊടുത്താൽ 500 റീഫണ്ട് കിട്ടും. PWDക്ക് 500, എക്സ് സർവീസിന് 500 കിട്ടും. അതിൽ പെടാത്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 100 രൂപ പിടിച്ച് ബാക്കി 400 രൂപയാണ് അവർക്ക് റീഫണ്ട് ലഭിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. SC/STക്കും ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും, PWDക്കും എക്സ് സർവീസിനും കിട്ടും. പക്ഷേ നിങ്ങൾ എക്സാം എഴുതണം. റിട്ടൺ എക്സാമിനേഷൻ എഴുതാതെ നിങ്ങൾക്ക് ഒരിക്കലും റീഫണ്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ബ്ലോക്ക് ഔട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ റീഫണ്ട് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നല്ല റീഫണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുള്ളൂ. ഇനി ഇവിടെ ഈ ഒരു വാചകമായിരിക്കും പല ഉദ്യോഗാർത്ഥികൾ ഇതെടുത്ത് നമ്മുടെ കമൻറ്റിൽ ഇടുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓൾ ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നുള്ള ഒരു ടേം ഇവിടെ വാചകം ഒരു ഇമ്പോർട്ടൻറ്റ് അത് ജനറൽ കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ പോസ്റ്റും മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റും എന്താണ്, ടെമ്പററി ആണ്. ബട്ട് അതെന്താണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം നോട്ടിഫിക്കേഷനിലൊക്കെ ഇപ്പം കണ്ടുവരുന്ന, ഈവൻ BSFൻ്റെ ഇതിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ്. പക്ഷേ ഇത് നമുക്ക് നിശ്ചിത പേ സ്കെയിലിൽ നമ്മളെ പെർമനൻറ്റ് എംപ്ലോയി പോലെ തന്നെയാണ് നമ്മളെ എടുക്കുന്നത്, നമുക്ക് തുടരാനുള്ളതും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ നമുക്ക് ആ ഒരു എന്താ പറയുക, പ്രൊമോഷൻ സാധ്യതയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചാർട്ടാണ്. ഇപ്പോൾ ഞാൻ ടെക്നീഷ്യൻ B ഇതിലുണ്ട്. ഇവിടെ പോയി ടെക്നീഷ്യൻ B, അതാണ് ടെക്നീഷ്യൻ. ഈ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഇവിടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ആകാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു എന്താണ്, നമ്മളെ കറക്റ്റായിട്ട് വിലയിരുത്തി അതിൻ്റേതായുള്ള പ്രൊമോഷൻ സാധ്യതയൊക്കെ തരുന്നുണ്ട് ISR കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാത്രം നമ്മൾ പിടിച്ചിട്ട് എന്താണ്, ഇത് ടെമ്പററി ആണ്, ഇത് നമുക്ക് എന്താണ് വേണ്ട എന്നുള്ള ലെവലിൽ നിൽക്കുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, പക്ഷേ ഈ ഒരു വാചകം മാത്രം നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് നമ്മളത് എന്താണ് അപ്ലൈ ചെയ്യാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും. കാരണം അധിക നോട്ടിഫിക്കേഷനിലും ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ടെമ്പററി പോലെയാണ് എടുക്കുന്നത്. ഈവൻ നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും. ഇപ്പോൾ നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടാവും. PSC ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, SSC ഒക്കെ ആണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, അത് മാത്രം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യാതിരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഹൈഡ് ചെയ്തു എന്ന് പറയേണ്ട വെച്ചിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ലിങ്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പേജിലേക്ക് വരും. ISRO SCC ഇവിടെ കാണാം, റിക്രൂട്ട്മെൻറ്റ് 2025 ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് November 13 താഴോട്ട് വീണ്ടും വരിക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ വന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ
ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കേട്ടോ. അതായത് ആപ്ലിക്കേഷൻ ഫോം അല്ല, ആപ്ലിക്കേഷൻ ചെയ്യേണ്ട പോർട്ടൽ ഇതാണ്. ഓക്കെ, അതിന് മുൻപ് നിങ്ങൾക്കിവിടെ കാണാം SC/ST OBC EWS കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ സെയിം ഫോർമാറ്റ് കിട്ടും കേട്ടോ. OBC OBC, SC/ST SC/ST, AWS ആണ് AWS, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലാണ് വരിക. അപ്പോൾ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ, ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലാണ് വരിക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, അതിൻ്റെ ലോഗോ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളെ പോസ്റ്റുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരിക. റൈറ്റ് സൈഡിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ലോഗിൻ ചെയ്യാനുള്ള പോർഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഏറ്റവും അടിയിൽ കണ്ടോ അവിടെ രജിസ്റ്റർ എന്നുള്ളത് കാണാം. ആ രജിസ്റ്റർ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേര്, മെയിൽ ഐ ഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് എന്താണ്, ഞാൻ കംപ്ലീറ്റ് ഏരിയ സ്ക്രീൻ റെക്കോർഡ് ആകുന്നില്ല. അത് ചിലപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് കയറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഓരോരോ ലെയർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പാസ്വേഡൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡൊക്കെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഏറ്റവും അടിയിലുണ്ട്, രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ റീസൈസ് ചെയ്യേണ്ട ടൂളിനെ പരിചയപ്പെടുത്താം. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ പോകണം. അതായത് നമ്മുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഹോം എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ JioCL എജുലാൻഡ് എന്ന് ജസ്റ്റ് അടിച്ചാൽ മതി. JioCL എന്ന് അടിച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ചിൽ അത് കാണിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് PYQs ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഉണ്ട് ISRO VSSC എക്സാം. VSSCൻ്റെ മാത്രമല്ല, അതിൽ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകാം. ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PYQs വിത്ത് ആൻസർ കീ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഫീഷ്യൽ ആൻസർ കീ അടക്കം കിട്ടും. ചില അപ്പോൾ ഫിറ്ററിൻ്റെ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ചെറിയ രീതിയിൽ ടെസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫിറ്റർ ട്രേഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പാട് അതിൽ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഇതിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ചെറിയ ഒരു നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓരോന്നും വിവിധ ട്രേഡുകളുണ്ട് കേട്ടോ. ഇതിലേതാ ട്രേഡ് ഇല്ലാത്തതുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ അതിൽ ആഡ് ചെയ്യും. ഓക്കെ, താഴോട്ട് ഇങ്ങനെ വരും കേട്ടോ, കുറേ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ്. അതിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ അങ്ങനെ എടുക്കാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് JioCL എജുലാൻഡ് ആപ്പും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് നമുക്ക് ഇനി ഈസി ടൂളിൻ്റെ കാര്യങ്ങളാണ്. ഈസി ടൂൾ അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അവിടെ ഈസി ടൂളിൽ ജസ്റ്റ് കാണാത്തവരാണെങ്കിൽ ആ ഈസി ടൂൾ എന്നുള്ള ഈ ഒരു ഇതിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഐക്കണിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈസി ടൂൾ പേജിലേക്ക് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ SSLC 10th മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, ഏജിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഫോട്ടോയിൽ നെയിമും ഡേറ്റ് ഒക്കെ ആക്കണമെങ്കിൽ PSCക്കൊക്കെ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ടൂളുകളാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോ എഡിറ്റർ എടുക്കാം. യൂസ് ടൂൾ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരും. ഈ ഫോട്ടോ ടൂൾ തന്നെ നിങ്ങൾക്ക് ഈ PDF ടൂളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇമേജ് ടു PDFിലേക്കും PDF ടു ഇമേജിലേക്കും ഇനി ഒന്നിലധികം പേജസ് എന്താണ് സിംഗിൾ PDF ആക്കാനൊക്കെ പറ്റും. ഈ ടൂൾ വളരെ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രൗസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ബ്രൗസ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫോട്ടോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അതിൽ ഞാൻ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണ് ഫോട്ടോ ഉള്ളത്, ഡെസ്ക്ടോപ്പ് വെക്കുന്നു. ഞാൻ അതിലേക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയുടെ വിഡ്ത്തും ഹൈറ്റും ആണ് ഇവിടെ കാണിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, എഡിറ്റ് ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. അതിൽ പറയുന്നുണ്ടല്ലോ ആ ഡയമെൻഷൻ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നമുക്ക് 1 MB വരെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എത്ര KB ആണ് നമുക്ക് ഔട്ട് വേണ്ടതെന്ന് അവിടെ കൊടുക്കാം. എന്നിട്ട് റീസൈസ് ഫുൾ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് റീസൈസ് ആയിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട്. എന്നിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യണം, നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. സിഗ്നേച്ചർ ഇതുപോലെ ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് സൈസ് എന്ത് ചെയ്യാൻ പറ്റും, ആ പറയുന്ന സൈസിലേക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.